ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോളീസ് ഗാർഡൻ സ്റ്റോറീസ്. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ പുതിയൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ വളരെ ചെറിയ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ എത്ര പാകിയാലും നമുക്ക് വിത്തുകൾ മുളച്ച് കിട്ടാതെ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പയറ്, പാവൽ, വെണ്ട അതുപോലെയുള്ളതല്ലാതെ ചെറിയ വിത്തുകൾ, ചില ചെടികളുടെ വിത്ത്, പൂക്കൾ, അതിൻ്റെ അരികൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് എന്താണ് ഒരു മാർഗം. അപ്പം ഒത്തിരിയും പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഉറുമ്പ് കയറി കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും മുളച്ച് കിട്ടത്തില്ല. അങ്ങനെ ലാസ്റ്റ് ചെയ്തൊരു വഴിയാണ്. അപ്പം ഇതുപോലെ ഒരു പാത്രത്തിനകത്ത്, ഇതൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന പാത്രമല്ലേ, അപ്പം നമുക്ക് ഇതിനകത്ത് ഇതുപോലൊരു പാത്രത്തിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ മണൽ, ചകിരിച്ചോറ്, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അത് മണ്ണിൻ്റെ ഒരു ഭാഗം മണലെടുത്താൽ ബാക്കി 2 ഭാഗം മണ്ണും ചകിരിച്ചോറും കൂടെ എടുക്കാം. അപ്പം ഈ മണ്ണിൽ നമ്മൾ നന്നായിട്ട് ചെറിയ അരിപ്പയിൽ അരിച്ച് വേണം എടുക്കാനായിട്ട്. അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്തെ കട്ടകളെല്ലാം മാറ്റി നല്ല തരി പൊടിയായിട്ടുള്ള ഇത് വേണം. അപ്പോൾ ഞാൻ ഇതങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് എന്ന് പറയുന്നത് നീലമരിയുടെ അരി ഞാൻ ഇട്ട് കിളിപ്പിച്ചാണ്. അധികമൊന്നും കിളുത്തിട്ടില്ല, എനിക്ക് ഇച്ചിരി അരിയേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ 3-4 അരി കിളുത്ത് കിട്ടിയിട്ടുണ്ട്. നീലമരി നമുക്ക് തലമുടിക്ക് എണ്ണ കാച്ചാനും അങ്ങനെ എല്ലാത്തിനും നല്ല ഇതാണല്ലോ നീലമരി. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞൊട്ടാഞ്ഞൊടിയൻ, അതായത് ഗോൾഡൻ ബെറിയുടെ അരിയാണ്. അത് എനിക്കൊരിടത്തുനിന്ന് കിട്ടി. ഇതാണ് സാധനം. ഇപ്പോൾ എല്ലായിടത്തും ഇത് ചിലർ കൃഷിയായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഒരു കായുണ്ട്. ആ കായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കഴിക്കാനായിട്ട് നല്ലതാണ്. അത് ഒത്തിരി രോഗങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കാം. മെഡിസിൻ എന്ന് പറയുമ്പം നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കുമ്പം പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ രോഗങ്ങൾക്കും അത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു അരി ഞാൻ ഒരു വിത്ത് പൊട്ടിച്ചിട്ട് അത് ഇതിനകത്ത് ഇട്ട് കിളിപ്പിച്ചാണ് ഇത്. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ മണ്ണ് എടുത്തു, അതിൻ്റെ കൂടെ ചകിരിച്ചോറ്, ഇതാണ് ചകിരിച്ചോറ്. നമ്മൾ ഈ ഒരു കട്ടയായിട്ട് ഇങ്ങനെ വാങ്ങിക്കും. അത് വെള്ളത്തിനകത്തിട്ട് ചകിരിച്ചോറ്. അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് മണലും പോട്ടിംഗ് മിശ്രിതവും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ചെടികളെല്ലാം നടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മണ്ണിന് നല്ല വേരോട്ടം കിട്ടും, മണ്ണ് കട്ടയാകാതിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് കയ്യുന്നത്തിൻ്റെ അരി ഞാൻ പാകിയിരുന്നതാണ്. അതിനകത്തൊരു 2-3 എനിക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് വിത്ത് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പം ഞാനിത് മണലും എല്ലാം കൂടെ നിറച്ച് വെച്ചതാണ്. ഇത് ഇത്രയും ഭാഗം എടുത്താൽ മതി. ഇതിനകത്തേക്ക് നമ്മൾ വിത്ത് ചെറിയ ഇതായിട്ട് നമ്മൾ പാകി കൊടുക്കും. തീരെ ചെറിയ അരികളാണല്ലോ നമ്മൾ ഇതിനകത്തൊക്കെ പാകുന്നത്. അപ്പോൾ ഇത് പാകി കഴിഞ്ഞാൽ ഒരു ശകലം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂളി കൊടുത്തേച്ച് നമ്മൾ വെള്ളം, സാധാരണയായി നമ്മൾ വെള്ളം ഒന്നുകിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ തളിച്ച് കൊടുക്കും. അങ്ങനെയല്ലാതെ ഇതിനകത്തോടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ പാത്രത്തിൻ്റെ സൈഡ് വഴി ഇങ്ങനെ വെള്ളം ഇറങ്ങാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുറ്റോട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ കൂടെ ഈ മണ്ണ് നനഞ്ഞിട്ട് ഇതിനകത്ത് മണ്ണ് മുഴുവനും നനവുള്ളതാവും. അപ്പോൾ ഒത്തിരി ഓവറായിട്ട് വെള്ളമാകരുത്. നമ്മളിങ്ങനെ സൈഡ് വഴി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം മണ്ണ് നനവായുമല്ലോ. ഇതുണ്ടോ, ഇങ്ങനെ നനവായി വരും. അപ്പോൾ അങ്ങനെ നനവായി വന്ന് ഇതിനകത്തോട്ട് ഈ നടുക്കത്തെ വിത്ത് വരെ നനഞ്ഞോളും. അപ്പോൾ അങ്ങനെ ഇതിനാവശ്യമുള്ള മണ്ണ് കിട്ടും, വെള്ളം കിട്ടും. ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ തന്നെ ഒരു അടപ്പുകൊണ്ട് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് അടച്ചു വെക്കും. അടച്ച് ഒരു 2 ആഴ്ചയൊക്കെ വേണം അത്യാവശ്യം നമുക്കിത് മുളച്ചിങ്ങനെ വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മണ്ണ് ഡ്രൈ ആവുന്നുണ്ടോ, നമ്മൾ തുറന്നിട്ട് നോക്കണം മണ്ണ് ഡ്രൈ ആവുന്നുണ്ടോ എന്ന്. ഒരു 6-7 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും മുട്ടിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ മണ്ണ് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മളിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വെള്ളം അപ്പോഴും പതുക്കെ കിളുത്ത് വരാൻ തുടങ്ങിയാൽ പിന്നെ വെള്ളം നമ്മൾ പതുക്കെ അതിൻ്റെ ചോട്ടിക്കൂടെ ഓരോന്നിനും ചോട്ടിക്കൂടെ ഇച്ചിരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, ശകലിച്ച്. അതല്ല കൂടുതൽ കട്ടിക്കൊണ്ട് ഒഴിക്കരുത്. പിന്നെ നമ്മൾ ഒരു ശകലം മണ്ണ് വെച്ചേക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന മിശ്രിതത്തിൽ കൂട്ട് ഇച്ചിരി വെച്ചിരിക്കണം.
എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിളിർത്ത് വന്നു കഴിയുമ്പം അതിൻ്റെ ഇത് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് പിന്നെ മണ്ണില്ലാതെ വരും, ചെടിക്ക് ടാങ്ങായിട്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇത് നിത്യകല്യാണി എന്ന് പറയുന്ന ചെടിയുടെ, അതായത് നമ്മുടെ ആദം ചെടി ഒക്കെ നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, അത് ഇപ്പം ഇതുപോലെ മുളച്ച് വന്നു കഴിയുമ്പോൾ ഇച്ചിരിച്ചേ മണ്ണിങ്ങനെ നമ്മളതിൻ്റെ ചുവട്ടിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ ശകലിച്ച് ഇട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് ബലം കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു 2, 3, 4 ഇല, ഇതിപ്പോൾ 4ാമത്തെ ഇല വന്നിട്ടുണ്ട്. അത്രയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ചെടിക്ക് കുറച്ച് കരുത്താവും. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇത് ഇളക്കിയെടുക്കുന്നതും വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം. അത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ എന്തെങ്കിലും വെച്ചത് ഇങ്ങനെ വേര് പോകാതെ ഇങ്ങനെ പതുക്കെ പൊക്കിയെടുക്കാൻ പറ്റും. പൊക്കിയെടുത്ത് വേറെ ചട്ടിയിലാക്കാം. അപ്പം അതാണ് ഇന്നത്തെ ഈ അരികൾ കിളിപ്പിക്കുന്നതിനെ പറ്റിയുള്ള എൻ്റെ ഒരു വീഡിയോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരിയാണേ. കാന്താരി ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് കാന്താരി പാകിയിട്ടും എനിക്ക് എന്ത് ചെയ്ത് കിളുത്ത് കിട്ടുകയില്ല, ഒരരി പോലും മുളച്ച് കിട്ടത്തില്ല. അപ്പം ഞാനിത് ഇതേ മാർഗം നോക്കിയപ്പോൾ എനിക്കതിൽ നിന്ന് മുഴുവനും കിളുത്ത് കിട്ടി, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് പറിച്ച് എല്ലാം എടുത്ത് വേറെ തൈ മാറ്റി നടാൻ പറ്റും. അപ്പം അരി കിളിർപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഇതാണിത്. അപ്പം നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾക്ക് ഒത്തിരി വേസ്റ്റായിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതിനകത്താക്കി മുളപ്പിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ വിത്തുകളാണ്. ക്യാരറ്റ് പാകിയിരിക്കുന്നതാണ് ഞാനിത്. ഇതുകൊണ്ടോ ക്യാരറ്റ് മുളച്ച് വരുന്ന പാകമാണിത്. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്യാരറ്റിൻ്റെ ഓരോ അരി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചെറിയ ഓരോ കുഴിക്കുന്നു, ഓരോ അരി അതിനകത്ത് ഇട്ട് കൊടുക്കും. അപ്പം അത് മുളച്ച് വന്നിരിക്കുന്ന ഭാഗമാണ് ഇതിപ്പം. രണ്ടാഴ്ചയോളമായി ഞാനിത് ഈ അരി ഇട്ടിട്ട് ഇപ്പോൾ ഇത് മുളച്ചിങ്ങനെ വന്നു. ആദ്യത്തെ ഇച്ചിരി നേർപ്പിച്ച വളം ഞാൻ ഇട്ട് കൊടുത്തു. ഇച്ചിരി പച്ചച്ചാണകം, ശകലം വളത്തിൻ്റെ കൂട്ടും കൂടെ പച്ചച്ചാണകം പിണ്ണാക്കൂടെ എല്ലാം കൂടെ പുളിപ്പിച്ചത് ഈ ശകലിച്ച് വളരെ കട്ടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ക്യാരറ്റാണ് ഇതിനകത്ത് നിൽക്കുന്നതെല്ലാം. അപ്പോൾ എനിക്ക് ഇനി ഇത് മുറ്റത്ത് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാനും ഇതിന് പരിചരണം കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇതെല്ലാം ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ക്യാരറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല വലുപ്പത്തിലുള്ള കായ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാരറ്റ് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ശകലം പോലും വളം പോകുന്നില്ല, വളമില്ല, വിഷമില്ല, ഒന്നുമില്ല. അപ്പം നമുക്ക് നന്നായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോഴാണെങ്കിൽ നമ്മളിത് പറിച്ചെടുക്കാനായിട്ട് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ആ സമയം പാകം അനുസരിച്ച് പറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം വിണ്ട് കയറിപ്പോവും. വിണ്ട് കയറി ഇത് പറിക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തിയിരുന്നാൽ പൊട്ടി കയറിപ്പോവും, വിണ്ട് കയറിപ്പോവും. അങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാം ക്യാരറ്റാണ്. അപ്പോൾ ഓക്കെ, ഇത് എൻ്റെ തക്കാളി കൃഷി. ഇതുണ്ടോ എത്ര രസമെന്ന് നോക്കി തക്കാളി നിൽക്കുന്ന കാണാനായിട്ട്. കണ്ടോ, ഇതിൽ കുറച്ച് വലിയ കായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം പറിച്ചെടുത്തതാണേ. ഒത്തിരി കായ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും തൈ മേടിച്ച് വെച്ചതൊന്നുമല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി ഒരെണ്ണം ഞാനിവിടെ ഇട്ടു. അതിൻ്റെ അരി എടുത്ത് പാകി അതിൽ നിന്നും ഉണ്ടായ തൈയിൽ നിന്നും വന്നതാണിത്. ഇത് ശകലം ഉയരമ്പുള്ളിടത്ത് നിൽക്കുന്നത് കൊണ്ടാണോ നടത്തില്ല, ആൾ നല്ല പൊക്കം വെച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ തൈ പറമ്പിൽ കൊണ്ടുപോയി വെച്ചു. അത് അങ്ങനെ ഒത്തിരി പൊങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാനിതിന് വള്ളിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു. സംരക്ഷണം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇതുണ്ടോ ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇഷ്ടംപോലെ കായുണ്ട്. കുറേ കായ ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ. ഇത്ര നന്നായിട്ടായിരിക്കുന്നതെന്നുണ്ടോ. നമുക്ക് വെറുതെ ആണെങ്കിലും ഇങ്ങനെ പറിച്ച് കഴിക്കാൻ തോന്നും, അത്ര ഇതായിട്ട്. പിന്നെ ഇതുണ്ടോ പയറ്, ബീൻസാണ് ഇതെല്ലാം ബീൻസ് ഇട്ടേക്കുന്നതാണേ. ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആവുന്നതേ ഉള്ളൂ. 2-3 ആഴ്ചയായി. അപ്പോൾ ഞാൻ അതിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത എൻ്റെതായ ഒരു രീതിയിൽ, എനിക്ക് ഒത്തിരി വലിയ രീതിയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ ഇതിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത്. ഇതെല്ലാം ബീൻസാണ്. ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് കുറച്ച് പോയി, ശരിയായില്ല. അപ്പം ഇതാണ് ബീൻസ്. അപ്പോൾ അല്പം അത്യാവശ്യം കുറച്ച് പച്ചക്കറി ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്തെടുക്കും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, താങ്ക് യു.